ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യുന്നത് പോലെ തോന്നുന്നു അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യും. പുള്ളിക്കാരൻ വെൽ സ്റ്റഡീഡാണ്, ടെക്നിക്കൽ സൈഡ് നന്നായിട്ട് അറിയാം. പിന്നെ രാജുവിൻ്റെ പണ്ട് മുതലുള്ള ഒരു പാഷൻ എന്ന് പറഞ്ഞ ഡയറക്ഷനാണ്. സിനിമയിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം ഡയറക്ഷനായിരുന്നു. കുറെ കാലത്തിന് ശേഷമാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മുടെ ടെൻഷൻ. കാര്യം ഇതിപ്പോ പറയാകൂല, ഇതൊരു സാധാരണ പടമൊന്നും ഒരിക്കലും പറയാകൂല. കാര്യം ആദ്യം വന്നത് ഗംഭീര പടമായിരുന്നു. അപ്പൊ ജനം തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യുക. അതാണ് ഒരു വലിയ ടെൻഷൻ. ഈ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ചങ്കിടിപ്പ് വരുന്നത്. ഇതിൽ ഒരുപാട് ഈ ഹിഡൻ സൈനും ഇപ്പൊ ഒരു ബാക്ക് സൈഡിൽ അതൊക്കെ കാണും. അത് എനിക്കറിയില്ല. കാര്യം നമ്മുടെ ഭാഗത്ത് അതൊന്നും ഇല്ലല്ലോ. ഞാൻ അഭിനയിക്കുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയവും കാര്യങ്ങളും അതൊക്കെ വേറെ അണ്ടർവേൾഡും നാർക്കോട്ടിക്സ് ഡർട്ടി ബിസിനസ് ഒക്കെ ആകുമ്പോഴാണ് സംഭവം വരുന്നത്. പിന്നെ കാണാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ കാണാൻ പോകാറില്ല. കാര്യം എനിക്ക് അങ്ങനെ കാണാൻ ആഗ്രഹമില്ല. കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയുക ആരാധിച്ചിരുന്ന ഒരു നടനാണ്. അദ്ദേഹത്തിനെയാണ് ഞാൻ പലപ്പോഴും ഫോളോ ചെയ്തിട്ടുള്ളത്. ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ പലപ്പോഴും ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പണ്ടൊക്കെ. ഇപ്പം പക്ഷെ ഞാൻ എൻ്റെതായ ഒരു ശൈലി വേണമെന്ന് ആഗ്രഹിച്ച് ഞാൻ അതെന്നൊക്കെ വിട്ടതാണ്. പുതിയ സിനിമകളിൽ കാണിക്കുന്ന പല വയലൻസ് ഇതെല്ലാം പിള്ളേർ കോപ്പി ചെയ്യുന്നു, ഇതൊക്കെ ഒരു കാരണമാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. 100% അല്ല എന്നൊന്നും പറയാക്കില്ല. സിനിമയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഒരു കാരണവശാലും അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കുറേയൊക്കെ അത് തന്നെ ആവുന്നുണ്ട്. ഇപ്പം ഈ ദൃശ്യം സിനിമ കണ്ടിട്ട് അതുപോലെ ഒരാളെ പിടിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ദൃശ്യം സിനിമയാണ് എനിക്ക് എൻകറേജ്മെന്റ് കിട്ടിയെന്ന്. തീർച്ചയായിട്ടും നല്ല സിനിമ എന്ന് പറയുമ്പോൾ നല്ലത് കൊടുക്കും. വളരെ മോശം സിനിമയാണെന്നുണ്ടെങ്കിൽ മോശം മെസ്സേജ് ഇമ്പാർട്ട് ചെയ്യും. അത്രേ ഉള്ളൂ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മലയാളികൾ നെഞ്ചിലേറ്റ് ചെയ്യുക നമ്മുടെ സ്വന്തം നന്ദു സാറിൻ്റെ വീട്ടിലാണ്. നന്ദു സാർ നമസ്കാരം, വെൽക്കം ടു അവർ ഷോ. എന്താണ് വിശേഷം സാർ? വിശേഷം അശേഷമില്ല, സുഖമായിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ എമ്പുരാനാണ് ഇപ്പോൾ എല്ലായിടത്തും സംസാരമായിരിക്കുന്നത്. ഇപ്പോൾ റിലീസിന് എത്തിയിരിക്കുകയാണ്. ലൂസിഫർ കാണാത്തവർക്കും എമ്പുരാൻ കാണാം, കണ്ടാൽ മനസ്സിലാവും എന്ന് പറയുന്നുണ്ട്. എന്താണ് ആ ഒരു കണക്ഷൻ? എന്താണ്? അല്ല, അത് ആ കഥയുടെ തുടർച്ച തന്നെയല്ലേ. മാത്രമല്ല അത് എന്താണ് ലൂസിഫറിൽ സംഭവിച്ചെന്നുള്ളത് ഇതിനകത്ത് പറയുന്നുണ്ടായിരിക്കും. എനിക്കറിയില്ല, അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ പറഞ്ഞത്. അതെ, അപ്പോൾ അതുകൊണ്ടായിരിക്കും അത് കണ്ടാൽ മനസ്സിലാകും എന്ന് പറഞ്ഞത്. എനിക്ക് അതിൻ്റെ ഒരു ടെക്നിക്കൽ ഇത് എനിക്ക് അറിയില്ല. ഇപ്പോൾ രാജു സാറായിട്ടുള്ള ഇപ്പോൾ ഒരു ഡയറക്ടർ എന്ന നിലയിൽ ഇപ്പോൾ സാറുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഇപ്പോൾ സാർ ഒരുപാട് ഇപ്പോൾ ഇത്ര വർഷങ്ങളായി, 1986 മുതൽ വന്നിട്ട് ഇപ്പോൾ ഇത്രയും വർഷമായി സാറ് സിനിമയിൽ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ഒരുപാട് ഡയറക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഇത്ര ആൾക്കാരുടെ എക്സ്പീരിയൻസ് വെച്ച് ഇപ്പോൾ നമ്മുടെ രാജു സാറായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യുന്നത് പോലെ തോന്നുന്നു അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുമ്പോൾ. കാര്യം ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ വെൽ സ്റ്റഡീഡാണ്. ഫിലിം മേക്കിങ്ങിനെ പറ്റി എല്ലാം നന്നായിട്ട് അറിയാം. എന്ത് തരം ക്യാമറ ഉപയോഗിച്ചാൽ എന്ത് തരം ഷോട്ട് എടുക്കാൻ ഒക്കും, എന്ത് തരം ലെൻസ് ഇടണം, അതിന് എന്ത് ഫിൽറ്റർ ഇടണം, എത്ര സ്പീഡിൽ അത് ഓടിക്കണം, ഇതെല്ലാം വളരെ വൃത്തിയായിട്ട് അറിയാവുന്ന ഒരാളാണ്. ടെക്നിക്കൽ സൈഡ് നന്നായിട്ട് അറിയാം. പിന്നെ എസ്തെറ്റിക് സെൻസ് നന്നായിട്ടുണ്ട്. എങ്ങനെ ഫ്രെയിം ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വിവരമുണ്ട്. ഇത് കൂടാതെ ഒരു അഭിനേതാവെന്ന നിലയിൽ അപ്പം മറ്റുള്ളവർ അഭിനയിക്കുന്ന കാണുമ്പോൾ അതിനെ ജഡ്ജ് ചെയ്യാനുള്ള ഒരു ഇതും കൂടെ നന്നായിട്ട് കിട്ടും. ഇപ്പം പണ്ട് ഫാസിൽ സാർ ഉഗ്രൻ ആക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പടത്തിലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കാണുമ്പോൾ അറിയാം അഭിനയം എത്രമാത്രം നിൽക്കുന്നു എന്നുള്ളത് അറിയാൻ സാധിക്കും. അത് ഇത് തന്നെയാണോ എന്നുള്ളത് 100% ജഡ്ജ് ചെയ്യാൻ സാധിക്കും. അതൊരു ഈ ഡയറക്ടർ ആക്ടറും കൂടെ ആകുമ്പോൾ ഉള്ള. അപ്പോൾ അതൊക്കെ രാജുവിന് ഒരുപാട് ഗുണം ചെയ്തു. പിന്നെ രാജുവിൻ്റെ പണ്ട് മുതലുള്ളൊരു പാഷൻ എന്ന് പറഞ്ഞ ഡയറക്ഷനാണ്. സിനിമയിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം ഡയറക്ഷനായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്കിഷ്ടമുള്ളൊരു ജോലി ചെയ്യുമ്പോഴേ അതിനകത്ത് ഫുൾ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ സാധിക്കും. നമുക്ക് താല്പര്യമില്ലാത്ത ജോലി ചെയ്യുമ്പോൾ സാധിക്കുമോ? ഇല്ല. അപ്പോൾ അദ്ദേഹത്തിന് അത് 100% താല്പര്യമുള്ള ജോലി ആയതുകൊണ്ട് അദ്ദേഹം അത് വളരെ ആസ്വദിച്ച് ചെയ്യുന്നു. പിന്നെ ഈ ജഡ്ജ്മെൻറ്റും അതിൻ്റെ കൂടെ തന്നെ ഈ എന്താ പറയുക, ഒരു ഷോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് എത്രമാത്രം നല്ലതാണെന്നുള്ളത് അത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാനും ഒന്ന് പ്ലേ ചെയ്ത് കണ്ട് രണ്ടാമതൊരു തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് പുള്ളിക്കാരൻ കോൺഫിഡൻ്റ് ആണ്. ആ കോൺഫിഡൻസ് ലെവൽ ഭയങ്കര ഹൈ ആണ്. അപ്പം അതൊക്കെ ഒരുപാട് രസകരമായ ഒരു അനുഭവമാണ്. രാജുവിൻ്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു രസകരമായ അനുഭവമാണ്.
ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ്, ഇപ്പോൾ രാജുചേട്ടന് ടെക്നിക്കൽ സൈഡ് ഭയങ്കരമായിട്ട് നോളജ് ഉണ്ടെന്ന് പറയുന്നു. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ടെക്നിക്കൽ സംഭവങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. എമ്പുരാനിൽ ഒരുപാട് ഇപ്പോൾ ആധുനികമായിട്ടുള്ള ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല, ഓൾറെഡി ഇൻഡസ്ട്രിയിലുള്ള സാധനങ്ങളാണ് അത്. പലതും നമ്മുടെ മലയാള സിനിമയിൽ ഒരുപക്ഷെ വരാത്തതായിരിക്കും. അത് വരാത്തത് അത് ഉപയോഗിക്കാൻ അറിഞ്ഞൂടാത്ത ആൾക്കാരുണ്ടെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അതൊക്കെ പല സാധനങ്ങളും ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ അത് താങ്ങാൻ പറ്റുന്ന പ്രൊഡ്യൂസറും കൂടെ വേണം. അപ്പോൾ ഡയറക്ടർ ആഗ്രഹിച്ചിട്ട് മാത്രം കാര്യമില്ല. ഇപ്പോൾ പല രീതിയിൽ ഇപ്പോൾ സിനിമ എടുക്കുമ്പോൾ പല രീതിയിലെടുക്കും. ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഹോളിവുഡിലൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ അതിൻ്റെ ടെക്നിക്കൽ പേരെനിക്കറിയില്ല, പക്ഷേ ഈ ഫുൾ സ്ക്രീൻ വെച്ചിട്ട് നമ്മുടെ ശരിക്കും ഇപ്പം നമ്മൾ ലൈവായിട്ടൊരു ഇപ്പം ന്യൂയോർക്കിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണെങ്കിൽ നമ്മൾ ന്യൂയോർക്കിൽ പോകണ്ട, നമുക്ക് ഡിജിറ്റൽ സ്ക്രീൻ വെച്ചിട്ട് നമുക്ക് ആർട്ടിസ്റ്റിന് നിന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഇവിടെ ചെയ്യണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ്. നമുക്കൊരു മലയാള പടം അതുപോലെ ചെയ്യാനായിട്ടൊക്കെ പ്ലാൻ ചെയ്തതാണ്, പക്ഷേ അത് നടന്നില്ല. അപ്പോൾ ടി കെ രാജീവ് കുമാർ ചെയ്യാനായിട്ടൊക്കെ പ്ലാൻ ചെയ്തതാണ്, പക്ഷേ അത് നടന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാവുന്ന രീതികളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഇനി മേഖലകളുണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ പിന്നെ ഇത് പിന്നെ ഈ പറഞ്ഞ പോലെ എവ്രി ഡേ ദർ ഇസ് എ ന്യൂ തിങ് കമ്മിങ് അപ്പ്. അപ്പോൾ അത് ആദ്യം വരുന്ന സമയത്ത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും, അത് കഴിയുമ്പം താഴോട്ട് വരും. ഇപ്പോൾ പണ്ട് മറ്റേ നോർമൽ ഫിലിം വെച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ റൂമേഴ്സ് അന്ന് വന്നിരുന്നു ഡിജിറ്റൽ വരാൻ പോവുകയാണെന്ന്. അപ്പോഴൊക്കെ പല ആൾക്കാരും ഒരിക്കലും വരില്ല, ഇവിടെ കമലഹാസൻ ഒരിക്കൽ ശ്രമിച്ചതാണ് എന്നിട്ട് ചീറ്റിപ്പോയതാണ്, ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞു. ആ ആൾക്കാർ പോലും ഇപ്പം ഡിജിറ്റൽ ക്യാമറയിലല്ലേ ഷൂട്ട് ചെയ്യണേ. തീർച്ചയായിട്ടും ഇപ്പം ഫിലിം വെച്ച് ഷൂട്ട് ചെയ്യണമെന്ന് നടക്കില്ല, കാര്യം ഫിലിം ഓർഡർ ചെയ്യണം. അതെ, പണ്ടുണ്ടായിരുന്നതിൻ്റെ 10 ഇരട്ടി വിലയാണ് ഇപ്പോൾ ഫിലിമിന്. നിങ്ങൾ ഓർഡർ ചെയ്താൽ അവർ ഓർഡറിനനുസരിച്ച് ഉണ്ടാക്കി തരുള്ളൂ ഫിലിം. ഫിലിം ആർക്കും വേണ്ട. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ അത് ഫിലിം എടുത്തു കഴിഞ്ഞാലും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തിയേറ്ററിൽ കാണിക്കണ്ടേ. എല്ലാ തിയേറ്ററിലും ഡിജിറ്റലൈസ് ചെയ്തു, സാറ്റലൈറ്റ് ലിങ്ക് ചെയ്ത ഇതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കൽ ഏറ്റവും ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച സാധനങ്ങളൊക്കെ ഇപ്പോൾ അബ്സലീറ്റായി ഒരിടത്തും ഇല്ലാതെ ഷോക്കേസിലെത്തി. ഇപ്പം പഴയ ക്യാമറകളൊക്കെ ഷോക്കേസിലല്ലേ ഇരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. അതുപോലെ എൻ്റെ ഒരു പഴയ ക്യാമറ ഉണ്ടായിരുന്നു, അത് നമ്മുടെ ഒരു സുഹൃത്ത് ക്യാമറമാൻ, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, മരിച്ചു. അദ്ദേഹം വില തന്നെ എടുത്തുകൊണ്ട് പോയി. എന്തിനാന്ന് വെച്ചാൽ വെറുതെ ഷോക്കേസിൽ സൂക്ഷിക്കാനാണെന്ന് പറഞ്ഞു. നമ്മുടെ പഴയ പ്രൊജക്ടറുകളൊക്കെ പല പ്രൊജക്ടർ കിട്ടില്ല, ഭയങ്കര പ്രൊജക്ടർ മാത്രമല്ല ക്യാമറയും കിട്ടില്ല, അതും ഭയങ്കര വിലയാണ് ഇപ്പം. കാര്യം അതിപ്പോൾ ഈ വിൻറ്റേജ് ടൈപ്പ് സാധനമായതുകൊണ്ട് അത് ഭയങ്കര വിലയാണത് പഴയ ക്യാമറകളൊക്കെ. സാർ, നമ്മൾ പണ്ട് ഇപ്പോൾ പല ആർട്ടിസ്റ്റുകളും പറഞ്ഞേക്കാം, പണ്ട് നമ്മൾക്ക് ഫിലിം ഷൂട്ട് തുടങ്ങുമ്പോൾ റോൾ ചെയ്യാൻ നേരത്തെ ഒരു സൗണ്ട് വരും, ഫിലിം റോൾ ആവും. ആ സൗണ്ട് കേൾക്കുമ്പോൾ ഒരു ടെൻഷനാണ്, കാരണം ഇന്നത്തെ പോലെ ഈസി അല്ല അത് വരും. സാറിന് അല്ല, അങ്ങനെ ഫിലിമിന് വിലയുള്ളതുകൊണ്ടേ ഡയലോഗ് പറയുമ്പോൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത്രയും ഫിലിം വേസ്റ്റ് ആയി. അപ്പം നമുക്ക് ടെൻഷനാണ് അത്. നമ്മൾ കാരണം അത് അത്രയും പൈസ പോകും. കാര്യം ഒരു റോള് ഫിലിം എന്ന് പറഞ്ഞാൽ 400 അടി ഫിലിമിന് 8,000, 10,000, 15,000 ഒക്കെയാണ് വില. അപ്പോൾ ഒരു 50 അടിയോ 100 അടിയോ നമ്മൾ കാരണം പോയാൽ 10,000, 1,000 രൂപ, 1,500 രൂപ ഒറ്റടി. ഈ 1,000 രൂപ ഇന്നത്തെ 1,000 അല്ല, അന്നത്തെ 1,000 ആണ്. അപ്പം നമ്മൾ കാരണം അത് പോയി എന്ന് പറയുമ്പോൾ ഒരു വിഷമമല്ലേ. അപ്പോൾ ഡയലോഗ് തെറ്റിക്കാതെ പറയണം. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. അത് ഇരുത്തമെന്ന ആർട്ടിസ്റ്റൊക്കൊന്നും ആ പ്രശ്നമില്ല, പക്ഷെ ഒരു തുടക്കക്കാരൻ വരുമ്പോൾ അവർക്ക് ടെൻഷനാണ് ഈ സൗണ്ട് കേൾക്കുമ്പോൾ. അത് പിന്നെ 435 എന്ന് പറഞ്ഞൊരു ക്യാമറ വന്നു ഇതിനകത്ത്. 435 എന്നാണ് എൻ്റെ ഓർമ്മ. അത് ഈ ലാലേട്ടൻ്റെ ഫാദറിലുണ്ട്, ബാലാജി സാറ്. ബാലാജി സാറിൻ്റെ അവരുടെ സ്റ്റുഡിയോയിലാണ് നമ്മൾ ആദ്യമായിട്ട് കേരളത്തിൽ വർക്ക് ചെയ്യുന്നത്. ബാലാജി സാറിൻ്റെ ക്യാമറയായിരുന്നു. ഈ 435 ക്യാമറയിൽ ഒരു ബിപ്പ് എന്നൊരു സൗണ്ട് മാത്രമേ കേൾക്കുള്ളൂ, പിന്നെ സൗണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ അത് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ആ ക്യാമറയാണെങ്കിൽ പിന്നെ ഈ സൗണ്ട് ഇല്ലല്ലോ എന്നുള്ള ഒരു. പക്ഷേ പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതെല്ലാം മാറി. ക്യാമറ ഓൺ ആയത് അറിയാക്കൂല, അതാണ് ഒരാൾ കിടന്ന് അലറി വിളിക്കൂല്ലേ, കണ്ണിങ്ങ് പറഞ്ഞ് വിളിച്ചാലേ അറിയുള്ളൂ ഇത് ഓർഡർ ഉണ്ടെന്നുള്ളതാണ്. അതെ. അപ്പോൾ പലരും പറഞ്ഞേക്കെ ഇപ്പോൾ അഭിനയിക്കുകയാണെങ്കിലും ആദ്യത്തെ ടൈമിലൊക്കെ, അത് തുടക്ക ടൈമിൽ ഒരു ടെൻഷൻ ഉണ്ടാവും. ഇന്ന് വെച്ച് നോക്കുമ്പോൾ അന്ന് ടെൻഷൻ ഭയങ്കര കൂടുതലല്ല, പ്രത്യേകിച്ച് ഈ ശബ്ദം ഫിലിം വെറുതെ വേസ്റ്റ് ആവൂ ഇങ്ങനെ. അതുപോലെ തന്നെ ഇപ്പൊ കുറെ ഓരോ കാലം കഴിയും തോറും മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ക്യാമറയിൽ. അതെല്ലാം മാറിക്കൊണ്ടേയിരിക്കും, മനുഷ്യന്റെ സ്വഭാവമേ മാറില്ല പിന്നെ മൊത്തത്തില്. സാർ, ഇപ്പൊ പണ്ട് കാലത്ത് ഇപ്പൊ സാറൊക്കെ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഇപ്പൊ എല്ലാ ആർട്ടിസ്റ്റുകളും കൂടി ഒരുമിച്ചിരുന്ന് ഇപ്പൊ ഒരു ബ്രേക്ക് ടൈമിലൊക്കെ ഒരുമിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ട്. പല നമ്മുടെ സിബി സാറൊക്കെ പറയാറുണ്ട്, പല ഡയലോഗുകളും സിറ്റുവേഷനുകളും ഈ ഒരുമിച്ചിരിക്കുന്ന ടൈമിലെല്ലാം ഇപ്പൊ പല സെറ്റുകളിലും അങ്ങനെ പറ്റാറില്ല, കാരണം കാലം മാറുന്നതിനനുസരിച്ച് എല്ലാവർക്കും അതിനുള്ള സൗകര്യങ്ങൾ ഇപ്പോഴും പറ്റുന്നൊക്കെ ഉണ്ട്. എല്ലാ സ്ഥലത്തും പറ്റാറില്ല, പക്ഷെ പറ്റുന്നൊക്കെ ഉണ്ട്. അത് അങ്ങനെ തീരെ അതൊന്നും നഷ്ടപ്പെട്ടു പോയില്ല. ഇപ്പം ക്യാരവനൊക്കെ വന്നുകൊണ്ട് അവരവരുടെ സ്പേസിൽ അവരിയ്ക്കും.
പക്ഷെ ഷൂട്ടിൻ്റെ സമയത്ത് അവർ വന്ന് എല്ലാവരും കൂടെ ഇംപ്രമൈസ് ചെയ്ത് ചെയ്യുകയൊക്കെ ചെയ്യും. നോട്ട് എവറിവെയർ ബട്ട് ഇറ്റ് ഹാപ്പൻസ്, നടക്കുന്നുണ്ട്. ഓക്കെ സാർ, ഇപ്പോൾ നമുക്ക് എംബ്രാനിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ സാറിൻ്റെ ക്യാരക്ടർ ഇപ്പോൾ ആദ്യം രാജുവേട്ടൻ അന്നൊരിക്കലും പറഞ്ഞിട്ടാണ് ചേട്ടനെ പറ്റി അത്രയും വലിയൊരു ക്യാരക്ടർ ഇതിനകത്ത് ഇല്ല എന്നൊക്കെ അന്നൊരു പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ സെക്കൻഡ് പാർട്ടിലും സാർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും സാറിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവം എന്താണ്? നമ്മൾ അതുപോലെ ഒരു പാവം മന്ത്രി, ഒരു പാവപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരനാണ്, അത്രേ ഉള്ളൂ. നമ്മളധികം അഭ്യാസമൊന്നും കാണിക്കാതെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, പല ക്യാരക്ടേഴ്സിനും ഭയങ്കര മാറ്റങ്ങൾ. ഇപ്പോൾ നമ്മുടെ ടൊവിനോ ആണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു ഗ്രേ ഷെയ്ഡായി, അന്ന് ഭയങ്കര അങ്ങനെ 5 കൊല്ലം കഴിഞ്ഞല്ലോ, 4-5 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവമല്ലേ. അപ്പം അതിനനുസരിച്ചുള്ള ഒരു ഇത് മാറ്റം. സിനിമ ഷൂട്ട് ചെയ്തിട്ട് അന്ന് ഷൂട്ട് ചെയ്തിട്ട് തന്നെ 5 കൊല്ലം കഴിഞ്ഞില്ലേ? 5 അല്ല 7 കൊല്ലം ആയില്ലേ? 7 കൊല്ലം എടുത്ത്. അതെ അതെ. അപ്പം അതിനനുസരിച്ചൊക്കെ ഉള്ള ഒരു മാറ്റങ്ങൾ ഇതിലേക്ക് വന്നിട്ടുണ്ട്. വരണമല്ലോ, വന്നല്ലേ ഒക്കെ ഉള്ളൂ. തീർച്ചയായിട്ടും വരണം. പോരെ തന്നെ ഇത്രയും ആൾക്കാരെ എനിക്ക് തോന്നുന്നില്ല കുറെ കാലത്തിന് ശേഷമാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മുടെ ടെൻഷൻ. കാര്യം ഇതിപ്പോ പറയാകൂല, ഇതൊരു സാധാരണ പടമൊന്നും ഒരിക്കലും പറയാകൂല. കാര്യം ആദ്യം വന്നത് ഗംഭീര പടമായിരുന്നു. അപ്പൊ ജനം തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യുക. അതാണ് ഒരു വലിയ ടെൻഷൻ. ഈ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ചങ്കിടിപ്പ് വരുന്നത്. തീർച്ചയായിട്ടും. പിന്നെ ഇത് കൈവിട്ട് പോയി, ഇനിയിപ്പം ഒന്നും ചെയ്യാക്കൂല. അത് തിയേറ്ററിൽ വന്ന് കാണുക എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ പറയാക്കൂല. നമുക്ക് ഇതൊരു സാധാരണ പടം എന്നൊന്നും പറയാക്കൂല. പക്ഷെ ലൂസിഫറിന് ആ ഒരു ആദ്യമേ തന്നെ അങ്ങനത്തെ ഒരു രീതിയിലാണ്, ഒരു നോർമൽ ഫിലിം എന്നുള്ള രീതിയിൽ. പക്ഷെ വന്നപ്പോഴാണ് ജനം അത് ഗംഭീര സിനിമയാണ് മനസ്സിലായത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇതിലും പ്രതീക്ഷിക്കാം. ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഏത് സിനിമ ഇറങ്ങുകയാണെങ്കിലും എങ്ങനെയെങ്കിലും അതിന്റെ കുറച്ച് കഥകൾ എന്തെങ്കിലുമൊക്കെ പുറത്തു വരും. കൊള്ളാടാ, അതൊരു അത്യാവശ്യം കാണാനുണ്ട്, അങ്ങനെയുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ സൈഡ് എല്ലാം ഇങ്ങനെ പുറത്ത് വരാറുണ്ട്. ഇതിനെക്കുറിച്ച് ആർക്കും ഇപ്പോഴും ഇപ്പോൾ ട്രെയിലർ ഇന്നലെ ഇറങ്ങുന്നത് വരെ ആർക്കും ഒന്നും എന്താണ് അതിനകത്ത് സംഭവിക്കാൻ പോകണമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ സാറ് കയ്യിൽ അഭിനയിച്ച പോർഷൻ വെച്ചിട്ട് ഇപ്പോൾ സാറ് പറയുന്ന പല ക്യാരക്ടറുകളും അറിയില്ല. ചിലപ്പോൾ രാജു പറഞ്ഞത് അത് അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അവരവരുടെ സീക്വൻസുകൾ അറിയാന്നുള്ളതല്ലാതെ എല്ലാം അറിയാവുന്ന വളരെ കുറച്ച് പേരല്ലേ ഉള്ളൂ. അതെ. പിന്നെ മാത്രമല്ല ഇതിനകത്ത് വർക്ക് ചെയ്ത ആൾക്കാരും ഇതിനെപ്പറ്റി പാടിക്കൊണ്ട് നടക്കുന്നില്ല. ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു രഹസ്യ സ്വഭാവമുണ്ട്. അതല്ലേ അതിൻ്റെ ഒരു ഭംഗി, അതല്ലേ അതിൻ്റെ ഒരു സുഖം. തിയേറ്ററിൽ വരുമ്പോൾ കാണുക എന്നുള്ളതല്ലേ. തീർച്ചയായും. ഞാനവിടെ ഇരിക്കുമ്പോൾ പോലും എനിക്ക് വേണമെങ്കിൽ എഡിറ്ററുടെ അടുത്ത് പറയാം ആ സീനൊന്ന് കാണിച്ചാന്ന് പറയാം. പക്ഷെ ഞാനത് കാണാൻ ശ്രമിച്ചിട്ടില്ല, ചോദിച്ചിട്ടുമില്ല. കാര്യം നമുക്കത് തിയേറ്ററിൽ കാണാനാണ് ഇഷ്ടം. ഓക്കെ, അതിൻ്റെ ഭംഗി അത് അവിടെ കാണുമ്പോഴാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. പൂർണ്ണതയിൽ നമുക്ക് അവിടെ കാണുമ്പോൾ തന്നെ എന്താണ് സാറിന്റെ മനസ്സിൽ എന്താണ് ഇപ്പൊ തോന്നുന്നത്? ആ പടം ഇറങ്ങാൻ നല്ലൊരു പടമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആവട്ടെ എന്നുള്ളതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഞാൻ കുറച്ചേ ഉള്ളൂ അതിനകത്ത്. ഈ പറഞ്ഞ പോലെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്, എല്ലാവരും അവരവരുടെ ഭാഗം ചെയ്തിട്ട് പോയി. ഇപ്പോൾ ഇതിൽ ഒരുപാട് ഈ ഹിഡൻ ഇപ്പൊ ഒരു സൈനും ഇപ്പൊ ഒരു ബാക്ക് സൈഡിൽ അതൊക്കെ കാണും. അത് എനിക്കറിയില്ല, കാര്യം നമ്മുടെ ഭാഗത്ത് അതൊന്നും ഇല്ലല്ലോ. ഞാൻ അഭിനയിക്കുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയവും കാര്യങ്ങളും സായികുമാർ ഏട്ടനും മഞ്ജുവും ഒക്കെ ആയിട്ടുള്ളതാണ് നമ്മുടെ ഒരു കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് അവിടെ ആ സിനിമയ്ക്കകത്ത് കണ്ടില്ല. അതിനകത്ത് എവിടെയാണ് സൈനും എംബ്ലോക്കും അവിടെ എവിടെയാണ് പറയുന്നത്. അപ്പോൾ അതിനകത്തൊന്നും അതൊന്നുമില്ല. അതൊക്കെ വേറെ അണ്ടർ വേൾഡും നാർക്കോട്ടിക്സ് ഡർട്ടി ബിസിനസ് ഒക്കെ ആകുമ്പോഴാണ് സംഭവം വരുന്നത്. ഇതിനകത്ത് അതൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അതിനകത്ത് നമ്മുടെ സൈഡ് ശാന്തമായ ഒരു സൈഡാണ്. അത്ര ശാന്തമൊന്നും അല്ല, എന്നാലും മാനസിക സംഘർഷങ്ങളും മറ്റതും മറിച്ചതും ഒക്കെ അതിനിടെ കൂടെ ഉണ്ട്. പക്ഷെ കൂടുതൽ പ്രശ്നങ്ങളൊക്കെ വരുന്നത് വേറെ സൈഡിൽ കുറേശ്ശി വരുമ്പോഴൊക്കെ ആയിരിക്കുമല്ലോ. ഇതിന്റെ ആകെ പുറത്തു വന്നത് ആദ്യത്തെ ഒരു 20 മിനിറ്റ് ഹിന്ദി ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ. അത് എനിക്ക് നിങ്ങൾ പറയുമ്പോഴേ ഞാൻ അറിയണത്. എനിക്കറിയില്ല. ആണോ? എനിക്ക് സത്യമായിട്ട് അറിയില്ല. ആദ്യത്തെ ഒരു പോർഷൻ കംപ്ലീറ്റ് ഹിന്ദിയാണ്. അപ്പൊ ഇതെങ്ങനെയായിരിക്കും ആൾക്ക്? ഇതൊക്കെയാണ് ഫുൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ചർച്ച നടക്കുന്നത്. ചർച്ച ചെയ്യട്ടെ. അതെ, ചർച്ചകളാണല്ലോ ചർച്ചകൾ. പിന്നെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം സാറിന്റെ കാറാണ്. അതില് എന്റെ കാറല്ല, ആയിരുന്നു. ഇപ്പൊ അല്ല എന്റെ കാർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ കാറല്ല. എന്റെ കാറാണെന്ന് പറഞ്ഞാൽ തെറ്റതാണ്. എന്റെ കാറല്ല, ഞാൻ കൊടുത്തു ആ വണ്ടി. ഞാൻ ഈ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ രാജുവിന് ആ വണ്ടി കൊടുത്തതാ. രാജുവിന്റെ വണ്ടി, രാജുവിന്റെ വണ്ടിയാണ്. അതെ, രാജുവിന്റെ പേരിലാണോന്ന് അറിയില്ല. രാജുവിന് ഞാൻ കൊടുത്തു വണ്ടി. അന്ന് ആ വണ്ടി ഷൂട്ടിന് വേണ്ടി ചോദിച്ചത്? അല്ലല്ല, ഷൂട്ടിന് വേണ്ടി ചോദിച്ചല്ലേ. എന്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട് രാജു. ഞാൻ ഫോണിൽ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാജുവിനെ കാണിച്ചപ്പോൾ രാജു ഉടൻ തന്നെ ആഗ്രഹിച്ച് എനിക്ക് ഈ വണ്ടി തരുമെന്ന് ചോദിച്ചു. അന്ന് ഈ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്യണതേ ഉള്ളൂ, ലൂസിഫർ പ്ലാൻ ചെയ്യണതേ ഉള്ളൂ. അന്ന് ഞങ്ങൾ ഒരുമിച്ച് ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ വണ്ടി കൊടുക്കുക ചെയ്തത്. സാറാ വണ്ടി എത്ര നാൾ മുമ്പ് എടുത്താണ്? ഞാൻ അതിന് ഒരു 4-5 കൊല്ലം മുമ്പ് എടുത്താണ്. പഴയ വണ്ടികളോട് അല്ല, പഴയ വണ്ടികളോടൊന്നല്ല, ഈ പർട്ടിക്കുലർ ലാൻഡ് മാസ്റ്ററോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷേ
ഈ ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാറില്ല. ഫ്ലാറ്റിൻ്റെ ഷെഡുകളെല്ലാം ഓപ്പൺ ഷെഡുകളാണ്. ഇത്തരം വണ്ടികളൊക്കെ, ഇത്രയും പഴക്കമുള്ള വണ്ടികളൊക്കെ നമ്മൾ വളരെ പൊന്നുപോലെ സൂക്ഷിക്കണം. അപ്പം കവേർഡ് ഷെഡിനകത്ത് പൊടിയൊന്നും കൊള്ളാതെ, മഴ ചാറ്റിലടിക്കാതെ അങ്ങനെ സൂക്ഷിക്കണം. ഇത് അത്രയും പൈസ മുടക്കി, അത്രയും 6 റൗണ്ട് പെയിൻറ്റ്, 6 കോട്ടാണ് പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. അത്രയും പെയിൻ്റ് അടിച്ച് ഇത്രയും പ്ലേറ്റ് ചെയ്ത് റെഡിയാക്കി ഇടുമ്പോൾ അത് ആ വണ്ടി സൂക്ഷിക്കുന്നവർക്കേ അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. അപ്പം എനിക്ക് എന്നോട് തന്നെ വെറുപ്പായിപ്പോയി. ഞാൻ ഷൂട്ടിങ് 1 മാസമൊക്കെ ഷൂട്ട് ചെയ്തിട്ട് വന്നിട്ട് നോക്കുമ്പോൾ എൻ്റെ ഈ മഴവെള്ളമൊക്കെ അടിച്ചിട്ട് ബാക്കൊക്കെ ഒരുമാതിരി ഡള്ളാവാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് കൊടുക്കണം എന്നുള്ള ഒരു കാര്യം എന്നെ കൊണ്ട് മെയിൻ ചെയ്യാം. എനിക്കൊരു ഡ്രൈവറോ അല്ലെങ്കിൽ എനിക്കൊരു അസിസ്റ്റൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ അത് നോക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന എൻ്റെ അടുത്ത സുഹൃത്തുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചിട്ട് പോവുക, അങ്ങനെയൊക്കെ ചെയ്യാം. ഉണ്ട് സുഹൃത്തുക്കൾ, പക്ഷെ അവരെ ഈ വണ്ടി ഏൽപ്പിച്ചാൽ അവർക്ക് ഇത് അവരുടെ വീട്ടിൽ കൊണ്ടിടാക്കില്ല. അപ്പം അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഒരാളിനകത്ത് ഡെയിലി വന്ന് നോക്കുമെന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ. അപ്പം എത്ര വലിയ സുഹൃത്താണെങ്കിലും അങ്ങനെ പറയണത് ശരിയല്ല. അപ്പം അതുകൊണ്ട് ഞാൻ കാര്യം ഈ വണ്ടികൾ പിന്നെയും കിട്ടും എന്നുള്ളൊരു വിശ്വാസം വന്നു. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു കവേർഡ് ഷെഡുള്ള ഒരു സ്ഥലം കിട്ടുകയാണെങ്കിൽ അപ്പം നോക്കാമെന്ന് വിചാരിച്ച് ഇതിലേക്ക് അപ്പോൾ കൊടുക്കണമെന്ന് അങ്ങനെ ആഗ്രഹിച്ചിരുന്നപ്പോഴും കറക്റ്റായിട്ട് രാജു ചോദിച്ചു. അപ്പോൾ തന്നെ കൊടുത്തു. അപ്പം എന്നെക്കാളും വലിയ സ്റ്റാറായി ആ വണ്ടി ഇപ്പോൾ. അതെ, ലൂസിഫർ എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്നത് ആ കാറും ഇതൊക്കെ തന്നെ. അപ്പോൾ സെക്കൻഡിലും ആ വണ്ടി അത്യാവശ്യം ഒരുപാടൊന്നും കാണൂല, എനിക്കറിയില്ല. വണ്ടിയുണ്ട് പക്ഷേ ഇപ്പം ട്രെയിലറിലും ഇതിലൊക്കെ നോക്കുമ്പോൾ. അതെ. പിന്നെ അതുപോലെ സാറ് ഇപ്പോൾ ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ നമുക്ക് തിരുവനന്തപുരത്തെ ആർട്ടിസ്റ്റുകൾ ഇതൊക്കെ പറയുമ്പോൾ ലിസ്റ്റിൽ വരുന്ന ആദ്യം വരുന്ന 5 പേരിൽ സാറൊക്കെയാണ്. നമ്മുടെ ഇവിടുത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. മണിയമ്പിള്ള രാജേട്ടൻ, നമ്മുടെ പ്രിയദർശൻ സാറിന്റെ ഒരു സർക്കിൾ ഉണ്ടല്ലോ, ആ സർക്കിളിൽ ഒരുപാട്. പ്രിയചേട്ടന്റെ സർക്കിളിൽ ഞാനൊരു ജൂനിയറാണ്. ഞാൻ അവരുടെ സർക്കിളിൽ നിന്ന് സുരേഷ് ചേട്ടൻ, പിന്നെ അശോകൻ ചേട്ടൻ, അങ്ങനെ അവർ കുറേ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ. ലാലേട്ടൻ, ലാലേട്ടൻ്റെ വീട് ഇവിടുന്ന് 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ ഇവിടെ അടുത്ത് തന്നെ, തൊട്ടടുത്ത്. ഇവിടെ നിന്ന് പൂജപ്പുര, മുളമോൾ എന്ന് പറയും. ഇവിടെ നിന്ന് പൂജപ്പുര 1/2 കിലോമീറ്റർ, അവിടെ നിന്ന് 1 കിലോമീറ്റർ, അത്രേ ഉള്ളൂ. 1.5 കിലോമീറ്ററേ ഉള്ളൂ. ഈ ഫ്ലാറ്റിന്റെ മുകളിൽ നോക്കുമ്പോൾ ഏകദേശം ജയിലോട്ട് 14 സ്വാമി ക്ഷേത്രം വരെ നോക്കി കാണാം. ഇവിടെ എല്ലാം കാണാം. ഭീമാപ്പള്ളി കാണാം, വെട്ടുകാട് പള്ളി കാണാം, വിഴിഞ്ഞം ഹാർബർ കാണാം, അടിപൊളി എയർപോർട്ട് കാണാം. തിരുവനന്തപുരത്തിന്റെ ഏകദേശം ഒരു കൊടുത്ത് കവർ ചെയ്യാൻ എല്ലാം കാണാം. ഞാൻ പറഞ്ഞത് സാറിന് നമ്മുടെ പ്രിയൻ സാറിന്റെ ഇപ്പൊ 100ാമത്തെ ചിത്രം വരെയാണ്. ആദ്യത്തെ ചിത്രവും ലാലേട്ടർ വെച്ച് 100ാമത്തെ ചിത്രവും ലാലേട്ടർ വെച്ചെന്ന് അനൗൺസ് ചെയ്തേക്കുന്നത്. അതിൽ സാറിന്റെ സമീപ്യം ഉണ്ടാവും. അങ്ങനെ ഒരു പടം ഉണ്ടെന്ന് ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു. എനിക്കറിയില്ല. എന്നെ വിളിച്ചാൽ ഞാൻ പോവും. പക്ഷെ എനിക്കറിയില്ല 100ാമത്തെ ചേട്ടൻ സിനിമ ഉണ്ടെന്നുള്ളത് ഞാൻ നേരത്തെ ഇങ്ങനെ ചേട്ടനെ വെച്ചൊരു പടം ചെയ്യണം. പക്ഷെ അത് 100ാമത്തെ പടമാണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഉണ്ടെങ്കിൽ വിളിക്കുമായിരിക്കും, തീർച്ചയായിട്ടും വിളിക്കും. ഇപ്പൊ ചേട്ടൻ പക്ഷെ ഹിന്ദി സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കോണ്ടാക്ട് എപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിന് ഇടയ്ക്ക് ഒക്കെ വിളിക്കാറുണ്ട്. അദ്ദേഹം ചിലപ്പോൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ എന്നെ വിളിക്കും. ഫ്രീ ആണെങ്കിൽ വൈകിട്ട് വീട്ടിൽ വാന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പോകാറുണ്ട്. അങ്ങനെയൊക്കെ വല്ലപ്പോഴും. അതുപോലെ ലാലേട്ടന് ഭയങ്കര കംഫർട്ടായിട്ട്. ലാലേട്ടനെ കണ്ടിട്ട് കുറേ നാളായി. ലാലേട്ടൻ ട്രിവാൻഡ്രത്ത് വന്നിട്ട് തന്നെ ഇടയ്ക്ക് വരെ വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് പോവുള്ളൂ. ഇവിടെ അല്ലാതെ വന്നിട്ട് കുറച്ച് നാളായി. ഷൂട്ട് ചെയ്യാൻ വന്നിട്ട് കുറച്ച് നാളായും തോന്നുന്നു. എനിക്ക് അറിയില്ല. കണ്ടിട്ട് കുറച്ച് ദിവസമായി. ഞാൻ അമ്മയുടെ ഫംഗ്ഷനൊക്കെ നടന്നപ്പോഴും എനിക്ക് പോകത്തില്ല, അപ്പോഴൊന്നും കാണാത്തില്ല. ഞാൻ ഈ ട്രിവാൻഡ്രത്തായതുകൊണ്ട് അവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കും. നാളെ ഒരു പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പെട്ടെന്ന് ചാടി പിടിച്ച് പോകാറില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കണ്ടിട്ട് കുറേ നാളായി. ഇപ്പൊ നമ്മുടെ ഇവിടെ എത്തിയപ്പോ ജഗതി, നമ്മുടെ ഈ സ്ഥലത്തിന്റെ പേര് ജഗതി എന്നാണ്. അപ്പൊ ജഗതി ചേട്ടനാണോ ഓർമ്മ വന്നത് ഇവിടെ? ജഗതി ചേട്ടൻ പക്ഷെ ട്രിവാൻഡ്രം ജഗതി വിട്ടിട്ട് ഒരുപാട് വർഷങ്ങൾ. അതെ അതെ. ചേട്ടന് വിളപ്പിശാലയ്ക്ക് അടുത്ത് പേട് അവിടെ ഒരു ഫ്ലാറ്റിൽ വില്ലയിലാണ് താമസിക്കുന്നത്. ചേട്ടൻ അന്ന് വാങ്ങിച്ച ഒരു വില്ലയുണ്ട്. ആ വില്ലയിലാണ് ഇപ്പം താമസം. അവിടെ ജഗതിച്ചേട്ടൻ പിന്നെ കാണാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ കാണാൻ പോകാറില്ല. കാര്യം എനിക്ക് അങ്ങനെ കാണാൻ ആഗ്രഹമില്ല. കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയുക ആരാധിച്ചിരുന്ന ഒരു നടനാണ്. ഏറ്റവും കൂടുതൽ തന്നെ പറയാം. കാര്യം ഞാൻ അദ്ദേഹത്തിനെയാണ് ഞാൻ പലപ്പോഴും ഫോളോ ചെയ്തിട്ടുള്ളത്. ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ പലപ്പോഴും ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പണ്ടൊക്കെ. ഇപ്പം പക്ഷെ ഞാൻ എൻ്റെതായൊരു ശൈലി വേണമെന്ന് ആഗ്രഹിച്ച് ഞാൻ അതെന്നൊക്കെ വിട്ടതാണ്. അപ്പോൾ അതൊക്കെ അതുകൊണ്ട് തന്നെ അമ്പിളിച്ചേട്ടനെ എനിക്ക് അങ്ങനെ കാണാൻ ആ അവസ്ഥയിൽ കാണാൻ. ഞാൻ അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഞാൻ 2 പ്രാവശ്യം വെല്ലൂർ പോയി കണ്ടതാണ്. ഞാൻ ആരെയും വിളിച്ചില്ല, പറഞ്ഞില്ല. ഞാൻ ഇവിടെ നിന്ന് സ്വന്തം ടിക്കറ്റ് എടുത്ത് പോയി ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ടിട്ട് തിരിച്ചു വന്നതാണ്. അപ്പോഴൊക്കെ നമ്മളത് തിരിച്ച് റിക്കവർ ചെയ്ത് ഉടനെ വരും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് ആയിപ്പോകുന്നുള്ളത് അതുകൊണ്ട് ഞാൻ കാണാൻ പോകാൻ ആഗ്രഹിക്കാറില്ല. എനിക്ക് കാണണ്ട അങ്ങനെ ഈ പരുവത്തിൽ അദ്ദേഹത്തിന് എനിക്ക് കാണാൻ താല്പര്യമില്ല. അതാണ് ജയചേട്ടനായിട്ടുള്ള കോമ്പിനേഷൻ സീനുകൾ അല്ലെങ്കിൽ ജയചേട്ടൻ അഭിനയിക്കുന്ന നമ്മളെക്കാട്ടും കൂടുതൽ അതൊക്കെ ആലോചിക്കുമ്പോൾ പോലും നമുക്ക് സങ്കടം വരും. അതാണ് കാര്യം. അമ്പിളിച്ചേട്ടനോട് അതൊക്കെ ഒരു യൂണിവേഴ്സിറ്റിയാണ് അഭിനയിക്കുമ്പോൾ. കാര്യം അമ്പിളിച്ചേട്ടൻ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. കാര്യം എൻ്റെ വീട്ടുകാരെയൊക്കെ അറിയാം. എൻ്റെ അമ്മാവനും ഒക്കെ
അവരുമായിട്ടൊക്കെ നല്ല എൻ്റെ ചിറ്റപ്പനും എൻ്റെ അച്ഛനുമൊക്കെ അദ്ദേഹത്തിൻ്റെ അച്ഛനുമായിട്ടും അടുത്ത ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഫാമിലിയായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ അമ്പിളിച്ചേട്ടന് ആ ഒരു സ്നേഹവും ഒരു ഇതും എന്നോടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് സംഭവങ്ങൾ ഈ നമ്മൾ വഴി കാണുന്ന പല തമാശകളുണ്ട്, അതൊക്കെ ഞാൻ അമ്പിളിച്ചേട്ടന് പറഞ്ഞു കൊടുക്കും, ഇത് ചെയ്യണം. അത് ഒരുപാട് അദ്ദേഹം സിനിമയിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞു, നന്ദു ഇതിങ്ങനെ ഒന്നും വന്ന് എൻ്റെ അടുത്ത് പറയരുത്. ഞാൻ ചെന്നത്, നീ ഒരു നടനല്ലേ, നീ ചെയ്യുമ്പോൾ നീ അത് ചെയ്ത് സ്കോർ ചെയ്യും, നീ എന്തിനത് എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ കൊണ്ട് ചെയ്യിക്കണം. ഞാൻ ചെയ്താൽ ചിലപ്പോൾ ജനം കൈയടിക്കുമായിരിക്കും, ശരി തന്നെ, പക്ഷേ നീ ആ കൈയടി ഏറ്റുവാങ്ങാനായിട്ട് നീ ശ്രമിക്കണം. അതുകൊണ്ട് നീ എൻ്റെ അടുത്ത് പറയില്ല. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ തലകുത്തിയെന്ന് ചെയ്താലും ശരിയാവില്ല, പക്ഷേ ചേട്ടൻ ചെയ്താൽ അത് ഭയങ്കരമായിട്ട് വർക്കൗട്ടാവും. ഞാൻ അപ്പോഴൊരു ആസ്വാദനം നിലയിൽ ഞാനും കണ്ട് കൈയടിക്കുന്നത്, എനിക്കതാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനത്തെ അതിമോഹമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ശരിക്കും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ചെയ്യരുത്, എന്തെങ്കിലും ഇതുപോലത്തെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിൽ നോട്ടി വയ്ക്കുക, ഓർക്കാവത്തില്ലെങ്കിൽ എഴുതി വയ്ക്കുക, എന്നിട്ട് ഏതെങ്കിലും ഒരു സിനിമയിൽ കറക്റ്റ് ആ സിറ്റുവേഷൻ വരുമ്പോൾ അത് അപ്പോൾ അവിടെ അടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ബന്ധമുള്ള ആളായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഒന്നും പറയാതെ വേണമെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു എപ്പോഴും, തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ഒരു സ്നേഹബന്ധമായിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹം അഭിനയിക്കുമ്പോൾ, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറും കൂടെ ആയിരുന്നു, അപ്പോൾ അദ്ദേഹം അഭിനയിക്കുമ്പോൾ ഞാൻ പരിസരം മറന്നു, നമ്മളിങ്ങനെ നോക്കിയിരുന്നു പോകും. പലരും ഇപ്പൊ ചേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ട്, വഴക്ക് കേട്ടിട്ടുണ്ട്, ചിലപ്പോൾ ചേട്ടൻ കാണിക്കുന്നത് നമ്മൾ ഞാൻ ചിരിച്ച് ഞാൻ മരിച്ചു പോകുന്നു വിചാരിച്ചാണ്. കിലുക്കന്തര ഷൂട്ടിംഗ് സമയത്ത് ശരത് സക്സേന പിടിച്ച് കൈ ഓടിക്കുന്ന ഷോട്ടിൽ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അത് ഇത് കണ്ടിട്ട് ചിരിച്ച് ഞാൻ തറയിൽ വീണ് എനിക്ക് ശ്വാസം കിട്ടില്ല, ചിരിച്ചിട്ട് എനിക്ക് ശ്വാസം കിട്ടില്ല. അപ്പോൾ ഷോട്ട് കഴിഞ്ഞിട്ട് പ്രിയഞ്ചേട്ട ഉൾപ്പെടെ ഓടി വന്ന് എന്ത് പറ്റി ഞാൻ അപ്പോൾ എനിക്ക് ചിരിക്കാനും പറ്റില്ല, കണ്ണിൽ കൂടെ വെള്ളം ചാടി, എനിക്ക് ഒന്നും പറയാനില്ല. അപ്പോൾ ആരൊക്കെ പിടിച്ച് ഞാൻ എഴിച്ചിട്ട് നടുവിലൊക്കെ ഇടിച്ച് തട്ടിയൊക്കെ കഴിഞ്ഞപ്പോൾ 2 ചുമയൊക്കെ ചുമച്ചിട്ടാണ് എനിക്ക് ശ്വാസം കിട്ടിയത്. ശ്വാസം നിന്നു, എനിക്ക് ചിരിച്ച് അത്രയും ഭയങ്കരമായിട്ട് ചിരിച്ചാൻ. കാര്യം അത് ഒറ്റ ഷോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അത് സിനിമയിൽ അത് കട്ട് ചെയ്ത് 3-4 ഷോട്ടാക്കി, പക്ഷെ ഒറ്റ ഷോട്ടിൽ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ അമ്പിളിച്ചേട്ടൻ അത് ചെയ്തു. തുമേരാ ദുഷ്മൻ, ദുഷ്മൻ, ഈ മറതായോട് പറഞ്ഞു വിടറാതൊക്കെ പറഞ്ഞ ആ സീക്വൻസ് ഇല്ലേ, അത് ഇറങ്ങി അവിടെ നിന്ന് വന്ന് ഇയാൾ പിടിച്ചു നിർത്തി കൈ തിരിച്ച് പിടിച്ച് വലിച്ച് ഇടിച്ച് തറയിലിട്ട്, അതെല്ലാം ഒറ്റ ഷോട്ടായിരുന്നു. ആ ഫസ്റ്റ് ഷോട്ട് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു, എൻ്റെ കയ്യിൽ നിന്ന് പോയി കാര്യങ്ങൾ. ഞാൻ ചിരിച്ച് ആ പുറയിൽ ഈ ലോറി കിടക്കുക, ഈ ലോറി ചെന്ന് ഞാൻ പുറകോട്ട് പോയി ആ ലോറി ചെന്ന് ഇടിച്ചിട്ട് ഞാൻ തറയിലോട്ട് ഇരുന്ന് കിടന്ന്, അങ്ങനെ ഞാൻ കിടന്നു. എനിക്ക് ശ്വാസം കിട്ടില്ല, എനിക്ക് അല്ലാത്ത അവസ്ഥയായിപ്പോയി. അതെ, നമ്മളിത് ഇങ്ങനെ ടൈമിൽ കൂടെ അതാണ് അദ്ദേഹത്തിന് അത് അഭിനയിക്കുമ്പോൾ നമ്മളിത് കണ്ട് ടൈമിങ് ടൈമിങ് അല്ലേ. ശരിക്കും അദ്ദേഹം എന്തൊക്കെ ക്യാമറയിൽ കാണിച്ച റിയൽ ലൈഫിൽ പുള്ളി ഭയങ്കര സീരിയസ് ആണോ? റിയൽ ലൈഫിൽ സീരിയസ് ആണല്ലേ, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ആള് ക്യാമറയുടെ മുമ്പിൽ എന്തൊക്കെയാണെന്നല്ല, റിയൽ ലൈഫിൽ. പിന്നെ അതേപോലെ സാറ് വേറൊരു ഒറ്റ കാര്യം സാറിനോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സാറിനോട് ചോദിക്കാനുള്ളൊരു കാര്യം വേറെയുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് കുട്ടികൾ ഇപ്പോൾ പുതിയ ജനറേഷനിലേക്ക് വരുന്നത്, അവരെന്തോ സിനിമേനെ അനുകരിച്ചൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അത് അവരുടേതായിട്ടുള്ള പേഴ്സണൽ ഇതായിരിക്കാം. ഭയങ്കരമായിട്ട് അവർ മറ്റേ ഓരോ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സാർ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാളെന്നുള്ള രീതിക്ക് സാറിനോട് ചോദിക്കുന്നതാണ്, ഈ കുട്ടികൾ ഇപ്പോൾ സ്വന്തം അമ്മയെ വരെ ഉപദ്രവിച്ച കുട്ടികളുണ്ട്. ഒരു 60 ദിവസം ജനിച്ച 60 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ നഷ്ടപ്പെട്ട ഒരാളാണ് സാറ്. അതറിയാവുന്നതുകൊണ്ടും അമ്മയുടെ വാല്യൂ അറിയാവുന്നതുകൊണ്ടും ചോദിക്കുകയാണ്. ഇപ്പം അമ്മയെ വരെ ഉപദ്രവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കുട്ടികളോട് എന്താ പറയാനുള്ളത്? എന്ത് പറഞ്ഞാൽ കേൾക്കുമോ? അങ്ങനെ സ്വന്തം അമ്മയെ വരെ ഉപദ്രവിക്കുന്ന ഒരാൾ ചെന്ന് ചെയ്യില്ലേ എന്ന് പറയാൻ കേൾക്കുമോ? അവരെ ഒന്നും ഉപദേശിക്കാക്കൂല. അവരെന്ത് ഉപദേശിക്കാനാ? അവരെ ഈ ഡി അഡിക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയിട്ട് അവർ തന്നെ അവിടെ കുത്തി കൊന്നിരിക്കുന്നു ഡി അഡിക്ഷൻ സെൻ്ററിൽ. അപ്പം ഇത് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ മാത്രമേ ഉള്ളൂ. അവർക്ക് നന്നായാൽ അവർക്കുള്ള, ഇല്ലെങ്കിൽ വെള്ളമൊക്കെ അടിക്കുന്നവനോ കഞ്ചാവ് വലിക്കുന്നവനൊക്കെയാണെങ്കിൽ ഒരു പക്ഷേ പിന്നെയും കിടക്കും. ഈ ഡ്രഗ്സ് അടിക്കുന്നവൻ കുറച്ച് കഴിയുമ്പോൾ ഇവനെ കാണാതാവും, എവിടെ പോയെന്ന് പോലും ആർക്കും അറിയാക്കില്ല. നിങ്ങൾ അന്വേഷിച്ചെന്നാൽ പോലും കിട്ടൂല. കാര്യം അവിടെ എവിടെയെങ്കിലും കിടന്ന് ദ്രവിച്ച് മരിക്കും, വേദനിച്ച് ഭയങ്കര പെയിൻഫുൾ ഡെത്താണ്. അപ്പം അവൻ എവിടെ പോയെന്ന് പോലും അന്വേഷിക്കാക്കൂല. പണ്ടത്തെ പാരന്റ്സിനെ ആകെ പേടി കുട്ടികൾ കള്ളു കുടിക്കുമെന്നായിരുന്നു. അല്ല, കള്ളു കുടിക്കുകയാണെങ്കിൽ സമാധാനം എന്ന് പറയുന്നത് അവൻ അതിൽ കള്ളും ഇതൊക്കെ വളരെ എത്രയോ ഭേദം, സേർട്ട് വലിയൊക്കെ എത്രയോ ഭേദമാണ് ഇതിനെ വെച്ച് നോക്കുമ്പോൾ. ഇത് ഒന്നും ചെയ്യാക്കില്ല. അവരോട് എന്ത് ഉപദേശിക്കാനാ? ഈ ആൾക്കാർ ഉപദേശം കേൾക്കുന്ന ആൾക്കാരാണോ? അങ്ങനെയാണെങ്കിൽ ഉപദേശം കേൾക്കുന്നവരാണെങ്കിൽ അവരിങ്ങനെ ആവുമോ? അതാവില്ല. ഇതിൻ്റെ ടേസ്റ്റും കിട്ടി, ഇതിൻ്റെ സുഖം അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ പുറകെ പോകും. അവനാ സ്വന്തമായിട്ട് മാറണമെന്ന് ആഗ്രഹിച്ച് മാറണമെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ പറഞ്ഞ പോലെ എവിടെയെങ്കിലും ഫോഴ്സ്ഫുള്ളായിട്ട് കൊണ്ട് ഡി അഡിക്ഷൻ സെൻ്ററിൽ ഇട്ട് മാറ്റിയെങ്കിലേ ഉള്ളൂ. അല്ലാതെ ഒന്നും ഒരു കാരണവശാലും മാറില്ല.
ഇവർ ഇപ്പോൾ ഈ തള്ളയും തന്തയൊക്കെ അടിച്ച് കൊല്ലുകയാണെങ്കിലും അത് കൊന്നു കഴിഞ്ഞ് പോലീസ് പിടിച്ചുകൊണ്ട് പോയി 2 ദിവസം ജയിലിൽ കിടന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കെട്ടിറങ്ങുമ്പോഴാണ് ബോധം തെളിയുന്നത്. അപ്പോഴായിരിക്കും അയാൾ അതിൻ്റെ വിഷമം മനസ്സിലാക്കുന്നത്. അതാണ് അവനുള്ള ശിക്ഷ എന്ന് പറയുന്നത്. അവൻ ലൈഫ് ലോങ് റിപ്പൻറ്റ് ചെയ്യും. പിന്നെ എന്തായാലും വെളിയിലോട്ട് ഇറങ്ങില്ല. എന്തായാലും ഏറ്റവും ചുരുങ്ങി ഒരു 10-15 കൊല്ലമെങ്കിലും ജയിലിൽ കിടക്കില്ലേ. അവിടെ ഇത് കിട്ടൂലല്ലോ. അപ്പോൾ അവിടെ കിടന്ന് ആ കാലം മുഴുവൻ കരയേണ്ടി വരും. ഈ ഇത് കയറ്റിയിട്ട് ചെയ്ത പോക്കരത്തനത്തിന് ഇത്രയും ജീവിതവും പോയി. അതാണ്. അതിനല്ലാതെ നമുക്ക് ഉപദേശിക്കാനൊന്നുമില്ല, ഒന്നും ചെയ്യാക്കില്ല. ഉപദേശിച്ചാൽ കേൾക്കില്ല. അപ്പോൾ കേൾക്കാന്നല്ല, ഇപ്പം നമ്മുടെ ഇപ്പം നിങ്ങളിപ്പോൾ അത് ഉപയോഗിക്കുന്ന ആളാണ്, ഞാൻ നിങ്ങളുടെ തൊട്ടാൽ നിങ്ങൾ കഴിക്കരുത്, അത് ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞ് ആ നിമിഷം പോലും നിങ്ങൾ എൻ്റെ ശത്രുവാണ്. നിങ്ങൾ എൻ്റെ ശത്രുവല്ല, ഞാൻ നിങ്ങളുടെ ശത്രുവാണ്. പിന്നെ എൻ്റെ മൈൻഡിൽ അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് അവൻ്റെ വിധി, അവൻ നന്നാവണേ അവൻ നന്നാവും. അവന് വിധി ദൈവത്തിൻ്റെ ഇതുണ്ടെങ്കിൽ അവൻ നന്നാവും, ഇല്ലെന്നുണ്ടെങ്കിൽ തൊലഞ്ഞു പോകും. ആദ്യം മനസ്സിൽ സ്വന്തമായിട്ട് വേണം, എനിക്കിത് താല്പര്യമില്ല, ഞാൻ പോവില്ല, ഈ റോങ് റൂട്ടിൽ ഞാൻ ഓടില്ല എന്നുള്ളൊരു സ്വയം ചിന്ത വേണം. അതില്ല, ഇത് വേണമെന്ന് ആഗ്രഹിച്ച് പോയി കഴിഞ്ഞാൽ എന്താ നീയാക്കും. അതെ അതെ, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇതിൽ പലരും പറയുന്നു, ഇപ്പോൾ പുതിയ സിനിമകളിൽ കാണിക്കുന്ന പല വയലൻസ് ഇതെല്ലാം പിള്ളേർ കോപ്പി ചെയ്യുന്നു, ഇതൊക്കെ ഒരു കാരണമാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനോട് സാറിന് എന്താ പറയാനുള്ളത്? അല്ല, അതൊക്കെ 100% അല്ല എന്നൊന്നും പറയാക്കില്ല. കുറേയൊക്കെ അതാണ്. പിന്നെ സിനിമയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഒരു കാരണവശാലും അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കുറേയൊക്കെ അത് തന്നെ ആവുന്നുണ്ട്. ഇപ്പം ഫുലൻ ദേവിയുടെ ഇത് കണ്ടിട്ട് ഒരു സ്ത്രീ ഡക്കോയിട്ടായി മാറി ഈ ശരിക്കും റിയൽ ലൈഫിൽ. അത് അവരുടെ സിനിമ കണ്ടിട്ടാണ് അവർ മാറി എന്നുള്ള അവർ പിന്നീട് അവർ പോലീസ് പിടിച്ച മൊഴി കൊടുത്തു. അപ്പോൾ സിനിമ കണ്ടിട്ട് ചെയ്യുന്ന പല ആൾക്കാരുണ്ട്. ഇപ്പോൾ വേറെ ഈ ദൃശ്യം സിനിമ കണ്ടിട്ട് അതുപോലെ ഒരാളെ പിടിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ദൃശ്യം സിനിമയാണ് എനിക്ക് എൻകറേജ്മെന്റ് തന്നെ. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കും. സിനിമ തീർച്ചയായിട്ടും അറിഞ്ഞുകൂടാത്ത, നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും സിനിമയിൽ കാണിക്കും. ഇത് കൊള്ളാമല്ലേ ഈ വേല എന്ന് തോന്നലുണ്ടോ. അതുകൊണ്ട് 100% സിനിമ അല്ല എന്നൊന്നും പറയാക്കില്ല. സിനിമയും തീർച്ചയായിട്ടും, സിനിമ മാത്രമല്ല ഏത് ഇതാണെങ്കിൽ പോലും, ഏതൊരു മീഡിയ ആണെങ്കിൽ പോലും അത് ചെയ്യാനുള്ള ഒരു, ഇപ്പോൾ ഫാഷൻ എങ്ങനെയാണ് പറയുന്നത്, ഈ നമ്മൾ പഴയ കാലത്ത് പോലും നമ്മൾ പേപ്പറിൽ പത്രത്തിൽ കാണുന്ന പടമോ അല്ലെങ്കിൽ സിനിമകളിൽ കാണുന്ന ഡ്രസ്സുകളോ ഇതൊക്കെ കണ്ടിട്ടല്ലേ. ഇപ്പം ജയൻ അന്നത്തെ കാലത്തെ ജയൻ്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ബെൽ ബോട്ടം പാൻറ്റും ഇൻസേർട്ടൊക്കെ ചെയ്ത് നല്ല കളർഫുൾ ഷർട്ട്. അപ്പം അതേ രീതിയിൽ ആൾക്കാർ നടക്കാൻ ശ്രമിച്ചത് എന്താണ്, അത് സിനിമയിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ വേഷത്തിന് അനുകരിക്കാൻ ശ്രമിച്ചത്. അപ്പം ഇതാണ് പറയണത്, സിനിമയിൽ കാണുന്ന ഫാഷനാണ്. ഇപ്പം ജയസൂര്യ ഒരു സിനിമയിൽ ഒരു 10 ഡബിൾ സൈഡ് ലുങ്കി കൊടുത്തു. ആ ലുങ്കി ഭയങ്കര ഫേമസ് ആയി. ഇപ്പോൾ ഒരുപാട് ആൾക്കാരാണ് പിന്നെ ആ ലുങ്കി കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അതപ്പോൾ സിനിമയെ കണ്ടതല്ലേ. അപ്പോൾ സിനിമ ഇതിനകത്ത് തീർച്ചയായിട്ടും ഒരു പങ്ക് വഹിക്കുന്നില്ലേ. അപ്പോൾ ഈ ലുങ്കിയിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ പല കാര്യങ്ങളിലും വഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല സിനിമ എന്ന് പറയുമ്പോൾ നല്ലത് കൊടുക്കും. വളരെ മോശം സിനിമയാണെന്നുണ്ടെങ്കിൽ മോശം മെസ്സേജ് ഇമ്പാർട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് 100% സിനിമയ്ക്ക് ഇതിൽ പങ്കില്ല എന്നൊന്നും ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. പങ്കൊക്കെ ഉണ്ട്. ആ പങ്ക് പക്ഷെ എത്രമാത്രം ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു ശതമാനം സിനിമയുടെ ഭാഗത്തും നമ്മൾ എന്താണ് കാണിക്കുന്നുള്ളത് ജനത്തിലേക്ക് ചെന്നെത്തുന്നുണ്ട്. അങ്ങനത്തെ അതേപോലത്തെ റോളുകളോ ക്യാരക്ടറുകളോ വരുമ്പോൾ സാറ് സംസാരിക്കാറുണ്ട്? വന്നിട്ടൊന്നുമില്ല. പക്ഷേ ഞാനിപ്പോൾ ഇല്ല, ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഇതൊന്നും വന്നിട്ടില്ല. പിന്നെ അങ്ങനെ ഭയങ്കര വയലൻസും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ എനിക്കങ്ങനെയൊന്നും വന്നിട്ടില്ല. വന്നാൽ അപ്പോൾ ആലോചിക്കുക, അത് അതിനനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ ചെയ്യണോ വേണ്ടെന്നുള്ളത് അപ്പം തീരുമാനിക്കും. പിന്നെ എനിക്ക് അങ്ങനെ ഞാൻ ഇന്നതേ ചെയ്യുള്ളൂ എന്ന് പറയാൻ മാത്രമൊന്നും ഞാൻ ഒരു ആളല്ല. അതുകൊണ്ട് നമ്മുടെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടി വന്നാൽ ചെയ്യും. പക്ഷേ അതിനാണല്ലോ ഇപ്പം സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് ഒക്കെ കൊടുക്കണുണ്ടല്ലോ, ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് സിനിമയിൽ എനിക്ക് സീർട്ട് വലിക്കാൻ താല്പര്യമില്ല. പണ്ട് ഞാൻ സീർട്ട് വലിച്ചുകൊണ്ടിരുന്നു, പിന്നെ സീർട്ട് വലി നിർത്തി. കുറേ വർഷങ്ങളായി ഞാൻ നിർത്തിയിട്ട്. അപ്പോൾ സിനിമയ്ക്കകത്താണെങ്കിൽ വലിക്കാൻ പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ ചോദിക്കും, നിർബന്ധമാണോ ചേട്ടാ അത് വേണം എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ വലിക്കും. ഇല്ലെങ്കിൽ എനിക്ക് അതുപോലും എനിക്ക് താല്പര്യമില്ല വലിക്കുന്നത്. ഇപ്പം സാർ വിചാരിച്ചപ്പോൾ സീർട്ട് വലി നിർത്താൻ പറ്റി. പലരും പറഞ്ഞേക്ക് നിർത്താൻ തുടങ്ങിക്കഴിഞ്ഞ് നിർത്താൻ ബുദ്ധിമുട്ടാണ്. ഒരു തേങ്ങയില്ല, നമ്മുടെ മനസ്സിന് കട്ടി വേണം, അത്രേ ഉള്ളൂ. ഞാൻ നന്നായിട്ട് വലിച്ചോണ്ടിരുന്ന ആളാണ്. ഒരു സുപ്രഭാതം എനിക്ക് തോന്നുന്നു നന്നായിട്ട് ചുമച്ച് കുറേ ദിവസം ചുമച്ചു. അപ്പോൾ ചുമച്ചപ്പോൾ തോന്നി എന്തിന് വെറുതെ ശരീരത്തിനെ നശിപ്പിച്ച് വലിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ വലിച്ച സിഗരറ്റിനെ കുത്തിക്കളഞ്ഞ് അതിനകത്തൊരു 6-7 സിഗരറ്റ് പാക്കറ്റിലുണ്ടെന്ന്. ആ ബാക്കി ഉണ്ടാകുന്ന സിഗരറ്റിനെ അങ്ങനെ ചുരുട്ടി ഞാൻ ജെല്ലി കൂടെ വെളി കളഞ്ഞ് ഇനി ഞാൻ വലിക്കില്ല തീരുമാനിച്ചു. അങ്ങനെ നിർത്തിയത്. പിന്നെ എപ്പോഴെങ്കിലും ആ ടെൻഡൻസി വന്നിട്ടുണ്ടോ? ഒരു ടെൻഡൻസി വന്നിട്ടില്ല. ഇപ്പൊ ടെൻഡൻസി വരെ നിങ്ങളിരുന്ന് വലിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് ചുമക്കും. എനിക്ക് ഒരു ഡോക്ടേഴ്സ് ആരെങ്കിലും പറഞ്ഞൊന്ന് പേടിപ്പിക്കുമ്പോഴാണ് പലരും ഇത് ഒറ്റയ്ക്ക് അങ്ങനെ പേടിപ്പിക്കാൻ തുടങ്ങിയതൊക്കെ ഇപ്പോഴല്ലേ, അതിനൊക്കെ മുമ്പേ നിർത്തി. അതെ.
ഓക്കെ. പിന്നെ സിനിമയിൽ പക്ഷെ വലിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിക്കും, അത് അത്യാവശ്യമാണെങ്കിൽ വലിക്കും. സിനിമയ്ക്ക് വേണ്ടി അതും താല്പര്യമില്ല. വലിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളം കൂടി എനിക്ക് അതിൻ്റെ ടേസ്റ്റ് പോലും ഇപ്പം താല്പര്യമില്ല. നന്നായിട്ട് തേറ്റ് വലിച്ചുകൊണ്ടിരുന്ന ആളാണ്, പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ സാർ, ഒരൊറ്റ കാര്യം, ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഒരു വാർത്ത വരുന്നിട്ടുണ്ട്, മമ്മൂക്കയ്ക്ക് വയ്യാതിരിക്കുകയാണ്. ഞാനും കേട്ടു. പല ക്യാൻസർ ആണെന്ന് വരെ പറയുന്നുണ്ട്. അതിൻ്റെ എന്തെങ്കിലും സാർ അറിഞ്ഞായിരുന്നോ? അതിനറിയാൻ ആരെങ്കിലും കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു? ഞാൻ 1-2 പേരെ ചോദിച്ചു, അവരൊന്നും അവർക്ക് അറിയില്ലെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ആരെ വിളിച്ചു ചോദിക്കുന്നു, എനിക്ക് അടുത്തറിയാവുന്ന 2-3 പേരുടെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ചിലർ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു, ചിലർ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആണെങ്കിലും അല്ലെങ്കിലും അഥവാ ആണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്നു, അത്രേ ഉള്ളൂ. തൊട്ടടുത്ത് തന്നെ അല്ല എന്ന് പറയാനാണ് നമുക്ക് ആഗ്രഹം. ഒന്നും ഇല്ല എല്ലാവരും അത് തന്നെയാണ് ആഗ്രഹം. തൊട്ടുപുറകെ ലാലേട്ടൻ ഇപ്പൊ അമ്പലത്തിൽ പോയും മമ്മൂക്കയ്ക്ക് വേണ്ടിട്ട് ഒരു വഴിപാട് ശബരിമലയിൽ. അതെ അതെ, അതങ്ങനെ ചെയ്തപ്പോൾ എനിക്കൊരു സംശയം സത്യമായിരിക്കും. അതെ, ഞാൻ അല്ലാതെ എനിക്കറിയില്ല, ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചില്ല കൂടുതൽ. പലരും ഇപ്പോഴാണ് പറയുന്നത് ഇച്ചാക്ക ലാലേട്ടൻ അത്രയും വേണ്ടപ്പെട്ട ഒരു ബന്ധം അവർ തമ്മിലുണ്ട്. അതൊക്കെ ഉണ്ട്, അത് പണ്ട് പോലെ ഉണ്ട്. അത് സിനിമയിൽ എല്ലാവർക്കും അറിയാം, പക്ഷെ ജനങ്ങൾക്ക് അധികം അറിയില്ല എന്നുള്ളതേ ഉള്ളൂ. അതെ അതെ അതെ, സിനിമയുടെ അകത്തുള്ള എല്ലാവർക്കും അറിയാം. സിനിമയിൽ എല്ലാവർക്കും അറിയാം. സാർ ഇപ്പൊ രണ്ടുപേരായിട്ടും വർക്ക് ചെയ്തിട്ടുള്ളതല്ലേ? രണ്ടുപേരുടെയും ഒരു സ്വഭാവം, രീതി 2 രീതിയിലാണ്. സ്വഭാവം രണ്ട് രീതിയിലാണ്, അത്രേ ഉള്ളൂ. രണ്ടുപേരും വളരെ സ്നേഹത്തോടെ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത, അതിന് യാതൊരു സംശയമില്ല. അതിന് 100% ആത്മാർത്ഥത. അതുകൊണ്ടാണ് അവരിപ്പോഴും 2 ഗ്രേറ്റ് പില്ലേഴ്സ് ഓഫ് മലയാള സിനിമയായിട്ട് നിൽക്കുന്നതിൻ്റെ കാര്യം അതാണ്. ഇപ്പോഴും ആളുകൾ ഇഷ്ടപ്പെടുകയും അവരിപ്പോഴും അഭിനയിക്കുകയും ഇപ്പോഴും പടങ്ങൾ ഓടുകയും ചെയ്യുന്നതിൻ്റെ കാര്യം അവർ ചെയ്യുന്ന തൊഴിലിനോടുള്ള ആത്മാർത്ഥത, അത്രയേ ഉള്ളൂ. തീർച്ചയായും അത് ആർക്കൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ പടങ്ങൾ ഓടും, ആർക്കൊക്കെ ഇല്ലയോ അവരുടെ ഒന്നും ഓടൂല്ല. ഓടിയാൽ തന്നെ അധികം ഓടൂല്ല, അത്രയേ ഉള്ളൂ. അതെ അതെ അതെ, ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥമാണ്. എന്ത് തൊഴിലായാലും, തയ്ക്കുന്ന പണിയായാലും, ഓട്ടോ ഓടിക്കുന്ന പണിയായാലും, ബാങ്കിലിരിക്കുന്ന ആളായാലും, നമ്മൾ എന്ത് തൊഴിൽ ചെയ്യണോ ആ ചെയ്യുന്ന തൊഴിലിനോട് നമുക്കൊരു ആത്മാർത്ഥം വേണം. ഇതാണ് നമ്മുടെ ഡെയിലി ബ്രെഡ്, നമുക്ക് ഇതിൽ നിന്നാണ് നമ്മുടെ ജീവിതം, നമ്മുടെ അടുപ്പ് പോയുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന പൈസയാണെന്നും ആ തൊഴിൽ വൃത്തിയായിട്ട് ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചാൽ നമുക്ക് അത് പോകും. അതെ, അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു ന്യൂജൻ ഇതിലേക്ക് വന്നപ്പോൾ പലരും ടൈമിൽ എത്തുന്നില്ല, ഭയങ്കര പ്രശ്നങ്ങൾ, ഒരുപാട് പരാതികളൊക്കെ വന്നു. അതൊക്കെ തലവിധി, ഒന്നും ചെയ്യാക്കൂല, നമുക്ക് മാറ്റാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനത്തെ ഉള്ള ആൾക്കാരെ നമുക്ക് ഉപദേശിക്കാൻ നോക്കില്ല. അതൊക്കെ അവർ സ്വയം തീരുമാനിച്ച് ചെയ്യണം. അവർ സ്വയം അവരെ തിരുത്തണം, അവരെന്ന് ആർക്കും തിരുത്താക്കൂല. തീർച്ചയായിട്ടും അവർ കണ്ടുപിടിക്കേണ്ടതാണ് ഈ 2 പേരെ. അതെ അതെ, നമ്മളും അവരെ വെച്ചാണ് പഠിക്കുന്നത്, നമ്മളും അവരെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരും അതാണ് ചെയ്യേണ്ടത്. പക്ഷേ അവർ പഠിച്ചില്ലെങ്കിൽ അവർക്ക് നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ, അത്രേ ഉള്ളൂ. നമ്മൾ നല്ലത് ചെയ്ത് നല്ല രീതിയിൽ പോയാൽ നമുക്ക് നല്ലത് കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് മോശം കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് അതിൻ്റെ ഫലം ഉണ്ടാവും, നല്ലത് ചെയ്യണവർക്ക് നല്ല ഫലം ഉണ്ടാവും, അത്രേ ഉള്ളൂ. അതെ അതെ, നമുക്ക് എംബ്രാനിലേക്ക് ഒരു തിരിച്ചു 1-2 കാര്യങ്ങൾ സാർ. അപ്പോൾ എന്തായാലും ഇപ്പോൾ തിയേറ്ററിലേക്ക് എത്തുകയാണ്, റിലീസിന് ഒരുങ്ങുകയാണ്. ഇപ്പോൾ ആളുകളെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അതായത് എംബ്രാൻ കാണാൻ വേണ്ടിയിട്ട്. പല പല സ്ഥലങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും ഇത് റിലീസാവുന്നുണ്ട്. ഇപ്പോൾ സാർ എവിടെ ആയിരിക്കും കാണുന്നത്? ഫസ്റ്റ് ഷോ തന്നെ കാണാൻ ഇവിടെ ആയിരിക്കും, ട്രിവാൻഡ്രം തന്നെ ആയിരിക്കും മിക്കവാറും. എന്തായാലും ഇതിൽ ഈ മൊത്തത്തിൽ ഇപ്പോൾ സാറിന് അറിയാവുന്ന വെച്ചിട്ട് ഒറ്റ കാര്യം കൂടി, എംബ്രാനിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ സാർ? പ്രത്യേകത എനിക്ക് അറിഞ്ഞൂടെ, എന്ത് പ്രത്യേകത, എന്താ സാർ ചെയ്തേക്കുന്ന പോസ്റ്റാണ് സാറിന് അറിയാമോ? സാർ എപ്പോഴും അങ്ങനെ പ്രത്യേകത അതൊരു സിനിമ അത്രേ ഉള്ളൂ. അത് ഒരു മറ്റേതിൻ്റെ ഒരു സീക്വലാണ്, നേരത്തെ വന്ന കഥയുമായിട്ട് ബന്ധമുള്ളതാണ്, അതിലെ തന്നെ ആർട്ടിസ്റ്റുകളാണ്. അപ്പം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രത്യേകത എനിക്കറിയില്ല, അങ്ങനെ പറയാൻ അറിയില്ല അത് പ്രത്യേകത എന്ന്. പിന്നെ കുറേ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് ഒരുപാട് പേരുണ്ട്. അത് ഇപ്പോൾ ലൂസിഫറിലും ഒരുപാട് ഉണ്ടായിരുന്നു, ഇതിലും അതുപോലെ തന്നെ കുറേ ജൂനിയർ ആർട്ടിസ്റ്റും ഒക്കെ ഉണ്ട്. ഒരുപാട് സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതും അതുപോലെ തന്നെ പല ലൊക്കേഷൻ ഉണ്ടായിരുന്നു. ഈ സിനിമയും കുറേ ലൊക്കേഷൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ തീർച്ചയായിട്ടും നല്ലൊരു സിനിമ ആയിരിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഇരിക്കും. ഓക്കെ സാർ, താങ്ക് യു. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ആ ദിവസങ്ങളെണ്ണി തന്നെയാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എന്തോ വലിയൊരു സംഭവം വരാൻ പോകുന്ന പോലെ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കമൻറ്റിൽ കൂടെ ആയാലും സോഷ്യൽ മീഡിയ കൂടെ ഒരു ഉത്സവമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളും ടെൻഷൻ അത് കേൾക്കുമ്പോഴാണ് ടെൻഷനല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും സിനിമ ഒരു വലിയൊരു വിജയത്തിലേക്ക് എത്തട്ടെ. എന്തായാലും വളരെ വളരെ സന്തോഷം. കുറച്ച് നേരം സാർ നമ്മളോട് സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സാർ. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.